മോർണിംഗ് ഗായ്സ്. രാവിലെ നേരത്തെ എണീറ്റ് റെഡിയായി. ഇന്ന് അമ്മ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. ഇന്നലെ ഞാൻ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എൻ്റെ മുഖം ബൾബ് പോലെയായിരുന്നു. എന്നിട്ട് ഞാൻ റെഡിയായി അമ്പലത്തിൽ പോവാൻ. ഇത് പംകിൻ, എൻ്റെ പൂച്ചക്കുട്ടിയാണ്. പിന്നെ ഞാൻ സ്കൈയൊക്കെ നോക്കിയപ്പോൾ അതിലൊരു വരയൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കി അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ലൈൻ വന്നിട്ടുണ്ടാവുക. എന്നിട്ട് ഞാൻ അമ്പലത്തിൽ പോയി. അച്ഛയുടെ കൂടെ ശിവൻ്റെ അമ്പലത്തിലേക്കാണ് പോയത്. എന്നിട്ട് തിരിച്ചെത്തി. ഇന്ന് എനിക്കൊരു PSC എക്സാം ഉണ്ട്, സെക്രട്ടേറിയറ്റ് OAയുടെ. ഞാൻ അപ്പൂൻ്റെ കൂടെയാണ് പോയത്. എന്നിട്ട് ഞാൻ കുറുക്കഞ്ചേരി ആയിരുന്നു എക്സാം. അപ്പോൾ ഞാനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോയി. ചായയും ഞാൻ ബൂസ്റ്റാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ വന്നു. SN ബോയ്സ് സ്കൂളായിരുന്നു കുറുക്കഞ്ചേരിയുള്ള. അവിടെ ഇങ്ങനെ ഇതെന്ത് പോവാന്ന് എനിക്കറിയില്ല, നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് തിരിച്ചെത്തി. പക്ഷേ എൻ്റെ മുഖം കണ്ടറിയാൻ കുറേ തെറ്റിയിട്ട് ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ കേസരി കഴിക്കാൻ പോയി. ഈ കടയിലാണ് പോയത്, ഒരു കുഞ്ഞി കടയാണ്. എനിക്ക് കേസരി ആദ്യം ഇഷ്ടമൊന്നുമില്ലായിരുന്നു, പക്ഷെ അപ്പോൾ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേസരി. പിന്നെ ഞാനൊരു വട കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ പുതിയ സ്റ്റുഡിയോ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോയിലാണെങ്കിൽ ഇപ്പോൾ ഫുൾ പിൻട്രസ്റ്റ് വൈബായിട്ടുള്ള ഡ്രസ്സായിരുന്നു. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് കുറേ ഡ്രസ്സ് നോക്കി. പക്ഷേ എനിക്കിങ്ങനെ ക്രോസ് ആയിട്ടുള്ള ചെക്കായിട്ടുള്ള ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ടോപ്പ് നോക്കിയെങ്കിലും എനിക്കധികം ഒന്നും ഇഷ്ടമായില്ല. എന്നിട്ട് ഞങ്ങൾ ബില്ല് ചെയ്തു. അവിടെ നല്ല രസമുള്ള ടോപ്സുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ടോപ്സ് വെച്ച് നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ തേക്കിൻകായുടെ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിരുന്നു. ആകെ ക്ഷീണിച്ചു. അത് കഴിഞ്ഞ് അപ്പോൾ തിരിച്ചു പോയി. എന്നിട്ട് ഞാനും അമ്മയും കുട്ടാപ്പും കൂടിയിട്ട് മാമൻ്റെ വീട്ടിൽ പോവാണ്. ഞങ്ങൾ ഓട്ടോയിൽ പോയിട്ട് മാമയുടെ കൂടെ എത്തി. അവിടെയാണെങ്കിൽ താമര ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി നിൽക്കായിരുന്നു. ഇതാണ് എൻ്റെ അമ്മൂമ്മയും എൻ്റെ കസിൻ ബ്രദറാണ്. അവർ ഭയങ്കര സെറ്റാണ്. ഇവനെ ഞാൻ കണ്ണൻകുട്ടി എന്നാണ് വിളിക്കുക. അവിടെയാണെങ്കിൽ കുറേ മരങ്ങളും പല കുറേ ഫ്രൂട്ട്സും ചെടികളൊക്കെ ഉണ്ട്. ഞാനതൊക്കെ നോക്കി. ഞാൻ മാമ്മ എന്നാണ് വിളിക്കുക അമ്മൂമ്മേനെ. മാമ്മയാണെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിന്നെ ഇത് നിത്യാജി, അവളാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ മുട്ട പൊരിക്കായിരുന്നു. ഭയങ്കര കുക്കാണ് അവൾ, ഭയങ്കരമായിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. ഒരു പൂച്ച ഞങ്ങളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഇത് മാമ്മ ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ച് പുഴുവൊന്നും വരാതിരുന്ന് പേരയ്ക്ക. മാമ്മ പറയാൻ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്, ഇങ്ങനത്തെ പേരയ്ക്ക കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. ഇത് നിധിയയുടെ സ്പെഷ്യലായിട്ടുള്ള ഓയിലാണ്, അവൾ തേക്കുന്നതാണ്. ഇത് അവളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. ഭയങ്കര പച്ചപ്പാണ്. ഇവർ രണ്ടാരും എപ്പോഴും ഭയങ്കര ഡാൻസാണ്.
എൻ്റെ കുറേ ഫോട്ടോസ് അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി. ഞാനിപ്പോഴും ചെറുപ്പത്തിൽ പിണങ്ങുമായിരുന്നു. അപ്പോൾ കരഞ്ഞിട്ടൊക്കെയുള്ള മുഖമാണ് ഫോട്ടോ, ഫുള്ളല്ല ഒരെണ്ണം. പിന്നെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പം ഞാൻ അങ്ങനെ ചിരിച്ചിട്ടൊന്നും ഫോട്ടോയിൽ നിൽക്കാറില്ല. പണ്ട് ഞാൻ ചിരിക്കി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയാണ്, അവളെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പോഴും ഇതെൻ്റെ മാമയുടെ ID കാർഡ്. ഇത് പിന്നെ കണ്ണൻകുട്ടി ചെറുപ്പത്തിൽ ഭയങ്കര പാവമായിരുന്നു. പിന്നെ കുറുമ്പ് കൂടി വന്നു. ഇപ്പോൾ കുറുമ്പൊന്നുമില്ല, ചെറുപ്പത്തിൽ നല്ല കുറുമ്പായിരുന്നു. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ്. എനിക്ക് മാമമ്മയുടെ സുഖിയും ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ മാങ്ങ കഴിച്ചു. അത് കഴിഞ്ഞ് പോവാറായി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ട് ഹൈപ്പറിലൊന്ന് പോയി. എന്നിട്ട് അവിടെ നിറച്ച് BTSൻ്റെ നെയിം സ്ലിപ്പൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ മേടിക്കാൻ തോന്നി. പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി. ഹൈപ്പറിൽ കയറി കുറേ സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വന്നു. സൺഡേ വീട്ടിലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വീട് ഫുള്ളും ക്ലീനൊക്കെ ആക്കണം. അപ്പോൾ ഓക്കെ ഗൈസ്, അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.